കത്തോലിക്ക സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചും ബിഷപ്പുമാരെ അധിക്ഷേപിച്ചും BJP നേതാവും പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥിയുമായ PC ജോർജ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയില്ലാത്ത നടപടിയാണ് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബിഷപ്പുമാരെ തള്ളിപ്പറയുമെന്നും PC ജോർജ് പറഞ്ഞു. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാരെ രാഷ്ട്രീയമായി കാണുമെന്നും PC ജോർജ് പ്രതികരിച്ചു. ദീപിക ദിനപത്രത്തിനെതിരെയും PC ജോർജ് അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. ദീപിക പോലെ നാണം കെട്ട പത്രമുണ്ടോ എന്നും PC ജോർജ് ചോദിച്ചു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അവളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നത്. പക്ഷേ അയാളെന്താ ഇത് മടങ്ങളിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയാൾക്ക് എന്താ അവകാശം? ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. മറ്റ് രണ്ടവന്മാർക്ക് എന്ത് കിട്ടി? അവന്മാർക്ക് എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തികെട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഞാൻ പച്ചക്കങ്ങ് പറയാം. അതായത് നിയമം കൊണ്ടിരുന്നു. ആ നിയമം കൊണ്ടിരുന്ന ഇവർക്ക് ഇത്ര വിഷമം. വിദേശത്ത് പണം മേടിക്കുന്നു. ആ പണം മേടിക്കുന്ന കണക്ക് കൊടുത്താലില്ല കുഴപ്പം. കത്തോലിക്ക സഭയാണ് ക്രിസ്ത്യാനിയാണോ എന്ന് വെച്ചാൽ അമിത്ഷാ തന്നെ നേരിട്ടിടപെട്ട് കത്തോലിക്ക സഭയുടെ ഇതിനോട് പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാ കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDFന് വിട്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് കുറക്കാത്തവന്മാരാ ദീപിക നടത്തുന്നത്. മനസ്സിലായില്ലേ? വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി ജോൺസൺ, PC ജോർജ് അതിരുവിട്ട പരാമർശങ്ങൾ, പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുകയാണ് ക്രൈസ്തവ സഭാ ബിഷപ്പുമാർക്കെതിരെയും ദീപിക ദിനപത്രത്തിനെതിരെയും. അത്തരത്തിലൊരു പരാമർശം PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതാദ്യവുമല്ല. അടുത്ത കാലത്തും സഭയുമായി ബന്ധപ്പെട്ട് FCRAയുമായി ബന്ധപ്പെട്ടും PC ജോർജ് വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ PC ജോർജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അതിന് സഭാ നേതൃത്വം മറുപടി പറഞ്ഞതുമാണ്. ഇപ്പോൾ PC ജോർജിനെ പ്രകോപിപ്പിക്കാൻ ഇടയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിലീപ് കുമാർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് ഈ വിമർശനങ്ങൾ ഷോൺ ജോർജും PC ജോർജും ഉന്നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ വോട്ടുകൾ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ BJPയിലേക്കും പ്രത്യേകിച്ചും ഷോൺ ജോർജ്, PC ജോർജ്, ജോർജ് കുര്യൻ തുടങ്ങിയ സ്ഥാനാർത്ഥികളിലേക്കുമൊക്കെ എത്തുമെന്ന്, മധ്യകേരളത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ടായിരുന്നു. പക്ഷേ നടന്നത് അങ്ങനെയല്ല എന്നുള്ളൊരു വിവരം തന്നെയാണ് താഴെത്തട്ടിൽ നിന്ന് PC ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ ലഭിക്കുന്നത്. അതിനൊരു ഉദാഹരണം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഇന്നലെ മഠങ്ങളിൽ വിളിച്ച് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതടക്കമുള്ള വിവരങ്ങൾ PC ജോർജിന്റെ പക്കലെത്തി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സഭാ നേതൃത്വത്തിനെതിരെ, സഭയ്ക്കെതിരെയല്ല മെത്രാന്മാർക്കെതിരെ ചില ആളുകൾ, ചില മെത്രാന്മാർ UDFന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രകാരമാണെങ്കിൽ ചിലർ UDFന് വേണ്ടി കുരയ്ക്കുന്നു, ചില മെത്രാന്മാർ എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ തന്നെ മറുപടി പറയുമെന്നാണ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. അതായത് ചില മെത്രാന്മാർ രാഷ്ട്രീയം പറയുന്നുണ്ട്, അവർക്ക് രാഷ്ട്രീയ മറുപടി നൽകണം, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഈ FCRA നിയമവുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെയും പ്രത്യേകിച്ചും അമിത്ഷായുടെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ആ പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്ന് അമിത്ഷാ നിർദ്ദേശവും നൽകിയതാണ്. കണക്കുകൾ ഹാജരാക്കിയാൽ മതി, അതിൽ തീരുമാനമുണ്ടാക്കാമെന്നും പറഞ്ഞതാണ്. എന്നിട്ടും ഇത്തരത്തിലുള്ള നിലപാടുകൾ ചില മെത്രാന്മാർ സ്വീകരിച്ചതിലാണ് ഇപ്പോൾ ഒരു എതിർപ്പ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാധാരണ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മുൻപും സമാനമായ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വന്നിട്ടുള്ളതാണ്. ആ നിലയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിമർശനവും വന്നിരിക്കുന്നത്. എന്തായാലും മെത്രാന്മാർക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ ദീപിക പത്രത്തിനെതിരെ രാവിലെ ഷോൺ ജോർജ് കൃത്യമായിട്ടുള്ള ഒരു രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിന് പിന്നിൽ ചില നിക്ഷേപകരുണ്ട്, പിണറായിക്കും ഇതിൽ നിക്ഷേപമുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും പരസ്യം വരുന്നത് എങ്ങനെയെന്നതടക്കമുള്ള കാര്യങ്ങൾ ഷോൺ ജോർജ് ചോദിച്ചിരുന്നു. എന്തായാലും ഈ പത്രം വായിക്കുന്നത് വട്ടുള്ളവരാണെന്നുള്ള ഒരു പരാമർശമാണ് PC ജോർജ് നടത്തിയിരിക്കുന്ന ദീപിക പത്രത്തിനെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും അതിരൂക്ഷ വിമർശനത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. അതിൽ ചില മെത്രാന്മാരുടെയും ബിഷപ്പുമാരുടെയും നിലപാടുകളെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. എന്തായാലും സഭയോടുള്ള ഈ ഒരു നിലപാടിൽ എന്താകും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്? ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ തന്നെ ക്രിസ്ത്യൻ സഭയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ BJP ഒരു വശത്ത്
ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൂടി വരുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ അതിരൂക്ഷമാകുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും. ദിലീപ് കുമാർ. ടോബി, ഇക്കാര്യത്തിൽ നേരത്തെ PC ജോർജ് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. നേതാക്കൾക്ക് പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിനും വിമർശനം ഉന്നയിക്കുന്നതിനുമൊക്കെ അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതാ ലക്ഷ്മണരേഖ, നിയന്ത്രണ രേഖ മറികടക്കുക എന്നത്, വളരെ മോശം ഭാഷയിലൊക്കെ ആക്ഷേപിക്കുക എന്നത് സാധാരണഗതിയിൽ അത് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ PC ജോർജ് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാർക്കെതിരെ, ക്രൈസ്തവ സഭ ബിഷപ്പുമാർക്കെതിരെ വളരെ അധിക്ഷേപകരമായ പരാമർശമുന്നയിക്കുന്നു. ദീപിക ദിനപത്രത്തിനെതിരെ ആക്ഷേപമുന്നയിക്കുന്നു. മാത്രമല്ല, ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ മാത്രമല്ല, എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനെതിരെയും ആരോപണം അല്ലെങ്കിൽ അധിക്ഷേപം ഉന്നയിക്കുകയാണ് PC ജോർജ്. വളരെ മോശം ഭാഷയിലാണ് ഇന്ന് PC ജോർജ് സംസാരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്രൈസ്തവ സഭാ നേതൃത്വം ഇതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചിട്ടുണ്ടോ ടോബി? ദിലീപ് കുമാർ, നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. സഭാ മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിലുള്ളവരെ വിമർശിക്കുന്നത് PC ജോർജ് ആദ്യമായിട്ടല്ല. ഈ രീതിയിൽ തന്നെ മുൻപും വിമർശിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ പോലും ചില പരാമർശങ്ങൾ ഈ തൃശൂർ ബിഷപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം അദ്ദേഹം അത് പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രതികരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ ക്രൈസ്തവരുടെ പിന്തുണയാണ്. അപ്പോൾ ഈ മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ കൂടുതൽ സീറ്റുകൾ നേടുകയോ അല്ലെങ്കിൽ കൂടുതൽ വോട്ടുകൾ നേടാനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്താൽ PC ജോർജിനെ പോലെ, ഷോൺ ജോർജിനെ പോലെയുള്ളവർക്ക് അത് വലിയൊരു നേട്ടമായി പാർട്ടിക്കുള്ളിൽ, BJPക്കുള്ളിൽ തന്നെ അത് മാറുമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം ഇന്നലത്തെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തൽ പ്രാഥമികമായി തന്നെ ഷോൺ ജോർജിനും PC ജോർജിനും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഭ ഉന്നയിച്ച ചില ആശങ്കകൾ, അതോടൊപ്പം തന്നെ സഭ എടുത്ത നിലപാടുകൾ, UDFന് അനുകൂലമായ നിലപാടെടുത്തുവെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിരൂക്ഷമായിട്ടുള്ള വിമർശനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള FCRAയുമായി ബന്ധപ്പെട്ട് നടത്തിയ PC ജോർജിന്റെ പരാമർശം അല്പസമയം മുമ്പ് നടത്തിയത്, അത്തരത്തിൽ കാശ് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കണക്ക് കാണിച്ചാൽ എന്താണ്? അപ്പോൾ സഭയ്ക്ക് അല്ലെങ്കിൽ ചില മെത്രാന്മാർക്ക് അതിൽ ചില കള്ളത്തരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ അത് കൃത്യമായി ഹാജരാക്കാത്തത്. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി കൂടി ഉണ്ടാകുമെന്ന് PC ജോർജ് ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും അത് ഇന്നലെയല്ല, അതിനു മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണങ്ങൾ വരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ദീപികയുടെ പ്രതികരണങ്ങൾ, ദീപിക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എഴുതിയ എഡിറ്റോറിയലുകൾ, അതിലൊക്കെ നേരത്തെ തന്നെ വിമർശനങ്ങൾ PC ജോർജ് ഉന്നയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ FCRA വിഷയത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഴുതിയ ആ ലേഖനങ്ങളിൽ അതൃപ്തി നേരത്തെ തന്നെ BJP നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ തുറന്നു പറയാൻ PC ജോർജും ഷോൺ ജോർജും തയ്യാറായിരിക്കുന്നു. ദീപികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ്. വട്ടുള്ളവരായിരിക്കും ഈ പത്രം വായിക്കുന്നത് എന്നുള്ള ഒരു വിമർശനമാണ്. പൂർണ്ണമായിട്ടും നേരത്തെയും ദീപികയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം PC ജോർജ് സ്വീകരിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നിലപാടും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സഭയുടെ നിലപാട് എന്തായിരുന്നു, സഭാ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി മെയ് 4-ാം തീയതി അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആ റിസൾട്ട് വരുന്നതിന് മുമ്പ് ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷോൺ ജോർജും PC ജോർജും കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് കുമാർ. ക്രൈസ്തവ സഭാ നേതൃത്വത്തിനെതിരെ അധിക്ഷേപ പരാമർശവുമായി PC ജോർജ് രംഗത്തെത്തിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.